കടപ്പൂര് പക്ഷി നിരീക്ഷണ പാഠശാലയുടെയും ഗ്രാമീണ ടൂറിസം പദ്ധതിയുടെയും ഉദ്ഘാടനവും ബ്രോഷർ പ്രകാശനവും നടന്നു. മീനച്ചിലാർ മീനന്തറയാർ കൊടൂരാർ നദീ പുനർസംയോജന പദ്ധതിയുടെ ഭാഗമായാണ് കോഴ കട്ടച്ചിറ തോട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. ഹരിത കേരള മിഷന്റെ സഹായത്തോടെ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് തോട് തെളിച്ചും മത്സ്യസമ്പത്തിനെ സംരക്ഷിച്ചും കൃഷിയുടെ വ്യാപനം ഇവിടെ സാധ്യമാക്കിയിരിക്കുന്നത്. കടപ്പൂര് കൂടല്ലൂർ പ്രദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗ്രാമീണ ടൂറിസം എന്ന ആശയത്തോടെയാണ് വിൻസ് പാർക്ക് സൊസൈറ്റി കട്ടച്ചിറ തോട് ടൂറിസത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഇതോടൊപ്പം ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസിൻ്റെ സാങ്കേതിക സഹായത്തോടെ പക്ഷി നിരീക്ഷണ പാഠശാലയുടെ പ്രവർത്തനവും ആരംഭിച്ചു. 46ഓളം പക്ഷികൾ കടപ്പൂര് കൂടല്ലൂർ പ്രദേശങ്ങളിൽ വന്നു പോകുന്നതായാണ് ടൈസ് പഠന റിപ്പോർട്ട്. ജനകീയമായി നിർമ്മിക്കപ്പെട്ട പക്ഷി നിരീക്ഷണ പാഠശാലയുടെയും ഗ്രാമീണ ടൂറിസത്തിൻ്റെയും ഉദ്ഘാടനം ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് നിർവഹിച്ചു. അതോടൊപ്പം തന്നെയാണ് മീനച്ചിലാർ മീനന്തറയാർ കൊടൂരാർ ഈ നദികളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ആദ്യകാലം മുതൽ പ്രിയപ്പെട്ട ശ്രീ അനിൽകുമാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ അതൊരു വലിയ ജനകീയ സംവിധാനമായിട്ട് മാറിക്കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ശരിക്കും തോന്നുന്ന ഒരു പ്രളയകാലത്തിൻ്റെ ഓർമ്മകളാണ് നമ്മളെ സത്യത്തിൽ ഇത്തരം ഒരു പാരിസ്ഥിതിക ബോധത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായകമായൊരു പങ്ക് വഹിച്ചത്. ഇനിയൊരു പ്രളയമുണ്ടായാൽ ഇനി ഒരു പക്ഷേ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ഇതിനേക്കാൾ ഏറെ കൂടുതലായിരിക്കും എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വേമ്പനാട് കായൽ ഉൾപ്പെടെ കോട്ടയം ജില്ലയുടെ സമീപ പ്രദേശത്തെ ഈ ഭാവിയിലുണ്ടാകുന്ന പ്രളയത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഉൾപ്പെടെ രൂപപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പുഴകളെയും അതോടൊപ്പം തന്നെ നമ്മുടെ തോടുകളെയും നമ്മുടെ പാടങ്ങളെയെല്ലാം സംരക്ഷിക്കുക. തോട് സംരക്ഷണ സമിതി കൺവീനർ PT സോമശേഖരൻ അധ്യക്ഷനായിരുന്നു. പദ്ധതിയുടെ ബ്രോഷർ പ്രകാശനം അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA നിർവഹിച്ചു. നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു ജനപ്രതി എന്ന നിലയിൽ എല്ലാവിധ സഹകരണവും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുകൂടി അറിയിച്ചുകൊണ്ട് എല്ലാവിധ മംഗളാശംസകളും നേർന്നുകൊണ്ട് കേരളത്തിൻ്റെ ഐശ്വര്യമായി നമ്മുടെ നാടിൻ്റെ അഭിമാനമായി ഈ സംരംഭത്തെ ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് മനുഷ്യ ഹൃദയങ്ങളിൽ ചലനാത്മകമായ ജീവനുള്ള തേജസ്സുള്ള ജീവിതം സമ്മാനിക്കുവാനും നമുക്ക് ഒറ്റക്കെട്ടായി പരിശ്രമിക്കാം. അതിനുള്ളൊരു അനുഗ്രഹീതമായ മുന്നേറ്റമായി ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജനകീയ കൂട്ടായ്മയുടെ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് K അനിൽകുമാർ മുഖ്യപ്രഭാഷണവും ടൈസ് ഡയറക്ടർ ഡോക്ടർ പുന്നൻ കുര്യൻ വെങ്കിടത്ത് പദ്ധതി വിശദീകരണവും നടത്തി. കിടങ്ങൂർ പഞ്ചായത്ത് മെമ്പർ ടീന മാളിയേക്കൽ, നഗരസഭാ കൗൺസിലർ ES ബിജു, കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് വാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ ബേബി ജോസഫ് സ്വാഗതവും വിൻസ് പാർക്ക് സൊസൈറ്റി പ്രസിഡന്റ് ബിജു പുറപ്പാട്ടിൽ കൃതജ്ഞതയും പറഞ്ഞു.